ഉത്സവൊക്കെ സ്ഥാനാർത്ഥിക്കാൻ കണ്ടൊരു നേരം പരീത്ത ഫുള്ള് പണി ഞമ്മ എടുക്കണം. അവിടെ അത്രയും നല്ലൊരു പൂരം പഠിച്ചാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇടങ്ങാറ് നേരം വെളുക്ക് അടുക്കളയിൽ കയറി തിരുമ്പാ തുടക്ക പാത്രം മുറ ഇതന്നെ ദിവസം പണി. ആണുങ്ങൾക്ക് നയിച്ചാൻ പോയ പൈസയെങ്കിലും കിട്ടും. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒങ്ങളെ ഗൾഫിൽ നിന്നാണ് വരിക. എന്നിട്ട് ഓരോ വണ്ടി റെന്റിനാണ്ട് എടുക്കുക. കണ്ടോരെ മറ്റുമ്പോ പോയാണ്ട് ചാർത്തലാണ്ട് ചാർത്തുക. അല്ല ഞാനോ ഞാൻ നടക്കുമ്പോ താൻ ഈ ചൂലും മുറക്കായിട്ട് നിക്കണേ. അതിനിപ്പോ ഇവിടെ കുൽസൂനായിട്ട് ദിവസം പൂരം തന്നെയല്ലേ. തന്റെ ഭാര്യ സ്ഥാനാർത്ഥിയല്ലേ. േണ്ടതായിട്ടുണ്ട്. അതിന് ചില ഏർപ്പാടുകൾ ചെയ്യണം. സമയത്ത് ഓടണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? പാസ്പോർട്ടിന്റെ ഒരു കോപ്പി. എന്താ കിട്ടലേ? ഒരു തേങ്ങയും കിട്ടും. അതിന്റെ അടി കൂടെ പിച്ചക്കാരും വന്നാ പിന്നെ വോട്ട് അമ്മക്കാരെ കുത്താണ്ടാ. കാരണം നമ്മളെ ചിഹ്നം പോത്ത് എന്താ ചിഹ്നം? ഓട്ടച്ചെരുപ്പ് വിളിച്ചണ്ടാ. ഞാൻ അറിഞ്ഞു അവിടെ രമണിയ സ്ഥാനാർത്ഥിയല്ലേ. രമണിന്റെ ചിഹ്നം എന്താ? ചൂല്. അതല്ല അൽട്ടോ. അല്ല എന്താണ് പ്രശ്നം? അതിന്റെ കഥ ഒന്നും പറയണ്ട. ഞാനൊരു വണ്ടി വാടക എടുത്ത പെട്ടു കാല് വരെ പോയിക്കണേ. അങ്ങനെ മുട്ടോ ഞാൻ. പിന്നെ ഈ വിസയുടെ ഒരു കോപ്പിയും വേണം. അപ്പൊ അതൊന്ന് വേഗം തരാൻ പറയും. അതെ, എന്തായാലും ഇപ്രാവശ്യം മൊയ്തുവിനെ കൊണ്ട് ഞങ്ങളുടെ പാർട്ടി വോട്ട് ചെയ്യിപ്പിച്ചിരിക്കും. ചത്തോട്ടം പിടിച്ചോ? എങ്ങനെ പിടിച്ചാതൊക്കെ അടിച്ചു വരണം, പാത്രം മോറണം, കുഞ്ഞാപ്പൂരെ കുളിപ്പിച്ചാൽ മോട്ടിക്ക് പൊട്ടിയിടണം. കുട്ടികളൊക്കെ തോറ്റാ മതി. ചിഹ്നമുള്ള മെമ്പർ നിങ്ങൾക്ക് കിട്ടിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിഞ്ഞു തന്നതാ. വികസനത്തിനൊരു വോട്ട് അത് ഞമ്മക്കേനെ പാത്തു. മെമ്പർ പള്ള വികസിച്ചു എന്നല്ലത് നാട്ടിൽ അഞ്ചല്. അപ്പൊ അതൊന്നും എടുക്കാൻ പറയും. വേഗം പറയും. ഒന്ന് പിടിച്ചാ അന്നൊക്കെ ഞാൻ കുടുക്കട. ഇന്ന് അന്നല്ല ബനെ കേസ് ഇപ്പൊ രണ്ടായി. ഇന്നെ വള്ളി വെച്ച് തോറ്റാ മതി. പണ്ടാറങ്ങള് കോയേ. അപ്പൊ ഞാൻ ഒരു സംശയം പറയാ. ചോറിന് അരി കുക്കറിലിട്ടുണ്ടെങ്കിൽ എത്ര വിസിലാണ്? അതിലായിട്ട് എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായിക്കണ. പൊന്നാര പാത്തോ വാർഡിന്റെ അങ്ങേ തലക്ക് പ്രശ്നം ആകുമ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ടും. അവിടുത്തെ പ്രശ്നം തീരുമ്പോ ഇങ്ങേ തലക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടും. അതെ, മൊയ്തൂനെ ഇപ്പൊ വോട്ടർ ലിസ്റ്റിൽ ഒന്ന് പേര് ആക്കാനുള്ള പരിപാടിയിലൊക്കെ റിയാലാണല്ലോ. എവിടെ ഔക്കുറിനാക്കാങ്ങള്? എനിക്ക് വശല്ല കോയ. ഇന്നലെ ഞാൻ വിസിലെണ്ണാൻ മറന്നു. അതിന് ശേഷം കഞ്ഞിയിൽ സാമ്പാർ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ കുടിച്ചത്. എനിക്ക് കഞ്ഞിയായി കാണ്ടേലും കിട്ടിയാലോ. ഇന്നലെ എന്റെ ചോറ് വണ്ടി 5 തീർന്ന അറിഞ്ഞില്ല പാത്തോ. അല്ല മെമ്പറെ, ഈ 5 കൊല്ലായിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ എന്ത് തേങ്ങാ പുണ്ണാക്ക ഇവിടെ ഉണ്ടാക്കിയതേ? കഴിഞ്ഞ പ്രാവശ്യം സമ്പൂർണ്ണ വിധവ പഞ്ചായത്ത് വേണ്ടി നടക്കുകയാണ്. നമുക്ക് മറ്റേ ഈ പാസ്പോർട്ടിന്റെ കോപ്പിയും വേണം, പിന്നെ വിസയുടെ കോപ്പിയും വേണം. അതെടുത്തോ എടുത്തോ. ക്കാനോടൊന്ന് ചോദിക്കാണ്ട് അച്ഛനെ വന്നിട്ട് അവിടെ കച്ചോട് ഒരു കാര്യം പറയണേ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. അജപ്പളെ വന്നു. ഞാൻ ഇന്നലെ എത്തിയില്ലേ. ലാസ്റ്റ് വാൾ പോസ്റ്റ് ഒട്ടിച്ചാൻ കൊണ്ടുപോയി. ഇനി എന്തെങ്കിലും വെച്ചുണ്ടാക്കണേ സാധനം വാങ്ങി കൊടുത്തിട്ടാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ കോയെ. മലപ്പുറത്ത് പൂരം നടക്കണ്ട് 4 ദിവസം. അല്ല വിധവകൾക്കുള്ള പെൻഷൻ നൽകണ പഞ്ചായത്ത് ആക്കിയില്ലേ. ഈ പ്രാവശ്യം തന്നെ ജയിപ്പിച്ചാണ്ടല്ലോ അമ്മായിമ കുച്ചിപ്പുറ്റ് നിരോധന മേഖല. ഓളെ വൈകുന്നേരം വിളിക്കലുണ്ടോ? അവനെ വിളിക്കലുണ്ട്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊരു പുതിയ ചായ ഇറങ്ങിയതാ, നെറ്റിക്കൽ ചായ. റിയാലിനൊരു ചായ എടുത്താ. ഇപ്പൊ നാട്ടില് മൊത്തം നെട്ടിച്ചല്ലേ. ജീവിച്ചു പോണ്ടേ. എവിടെ? ജുംജമോ? അല്ല ജാംജും. മലപ്പുറത്ത് ഒരു പൂരം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ജാംജൂമനെ കൊണ്ട് തന്നെ കഴിച്ചോളൂ. സകല നാത്തൂമാരി പെരേക്ക് പറഞ്ഞേക്ക് ഒറ്റ നിനങ്ങോട്ട് കേറ്റൂല. സമ്പൂർണ്ണ നാത്തൂൻ പോര് നിരോധന പഞ്ചായത്ത്. പിന്നെ അത് മാത്രല്ല കെട്ടിയന്മാരെ കൊണ്ട് റെഡി ആയിട്ട് നിങ്ങൾ നാളെ പോന്നോളി. ശരി. അല്ല നിങ്ങളിപ്പോ ഏത് വഴിക്കാ പോണ്? ഇവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ അതിലേ പോകും. എന്നാ വളേ ചായ. ഇപ്പൊ വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് കാറൊക്കെ വാങ്ങി വലിയ ആളായില്ലേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അരി അടുപ്പത്തിട്ട് ഓഫാക്കാൻ മറന്നു. എന്തൊരു കഷ്ടാണ് കോയ. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ജീവിതാകം ഒന്നല്ലേ ഉള്ളൂ. ഹലോ, ഗ്യാസ് പൊട്ടിത്തെറിച്ചു. സകല പണി എടുപ്പിച്ച എന്നിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ലിപ്സ്റ്റിക്കും കൺവെച്ചിട്ട് പെരയിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കൂട്ടിയുടെ അങ്ങനെയാണെങ്കിൽ ഇന്റെ വോട്ട് ഇങ്ങക്ക് തന്നെ. അല്ല ഒന്നും വേണ്ട കുടിക്കാൻ പറ്റുന്നല്ല. ഇന്നലെ ആ ചെമ്മീൻ മേടിച്ചിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയി കളയാം. നല്ല രസമുണ്ട്. വെള്ളിയും വെള്ളിയൊക്കെ ഇട്ടാ കുഴപ്പം. ഫർമാണി ആക്കണോ? അവന്റെ പേരൊക്കെ എഴുതിച്ചോ. വീടോ കഴിഞ്ഞോ? പോയേ, ഞാൻ ഗ്യാസ് ഓഫാക്കാൻ മറന്നു. എന്തൊരു കഷ്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കണ്ട പുണ്യ. ജീവിതാകം ഒന്നല്ലേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം മുട്ടക്കോയി വിതന്നല്ലേ അതിന്റെ പൗതി മുക്കാ കോഴിക്കോൾ നിങ്ങളെ കുടുംബത്തിലാണ് പോയിക്കണത്. എനിക്കും കിട്ടിയൊരു ചാവാലിക്കോയി പറഞ്ഞില്ലേ അവിടെ ഇരിക്കണില്ലേ. ഹലോ ഹലോ
ഉസാറാ ഉസാറാ ചായക്കൊരു മാറ്റൂല്ലോ പാട്ട ചായ പറഞ്ഞേ അല്ല ഇതൊരു പാട്ട ചായ ഇട്ടാണ് കുടിച്ചെന്നറിയേ ആ അവിടൊക്കെ അങ്ങനെയൊക്കെ നിന്റെ വീട്ടിലേക്ക് ഒരു സാധനങ്ങളും കൊണ്ടുപോയിട്ട് കാര്യമില്ല കോയെ ഒക്കെ ഭക്ഷണമായി ഇനി തനിക്കെന്താ വേണ്ട വെച്ചാ വേഗം പറയാം അപ്പൊ തന്നെ അങ്ങോട്ട് പോയി എടുക്കാം നല്ല ഓഫറാ എന്നാ അപ്പൊ തന്നെ പോവാ മുട്ട പോയിട്ട് അപ്പി വരെ ഇടണില്ല ഒരു ഉപകാരം പോയി പാത്തോ ഉപകാരമില്ലാത്ത സാധനം വെച്ചുകൊണ്ടിരിക്കരുത് അറുത്ത് ചാറുണ്ട് ഓണൊഴിക്കേ അതങ്ങോട്ട് കളഞ്ഞാളി. അതെ അതെ അല്ല റിയാലേ ഇത് രണ്ട് പോക്ക് പോയപ്പോഴത്തേനും പുതിയ കാറൊക്കെ വാങ്ങി വല്ല അർബീനെ എത്തിങ്ങാനൊക്കെ ആക്കി പോയേ കുൽസുനോട് പൂരം കണ്ടിട്ടില്ല എന്നിട്ട് നേരെ ജാംജൂമിലോട്ട് വരാൻ പറഞ്ഞു. ഓള് കാണാത്ത പൂരപ്പുണ്ടാവും ഉച്ച തോന്നില്ല പോയേ 9 കിലോന്റെ ടൈം വെക്കണം. അങ്ങനെയാണെങ്കിൽ അർത്ഥ ചാറക്കേണ്ടത് ഇത് ആദ്യം നിങ്ങളെയാണ് 5 കൊല്ലാക്കി ഈ വാടകയ്ക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയിരിക്കണോ അല്ല എന്താ പോസ്റ്റ് നമ്മള് കാണാത്തൊരു പുതിയ സാധനം. ഇത് പുതിയ കാറല്ല റെന്റിനെടുത്താണ് നോക്കുന്നേക്ക റെന്റിനെടുത്ത് ഞാനോ ഇതല്ല തൂക്കൂറ് ആ ചങ്ങ അതാണ് ഹൈമാസ് ലൈറ്റ് അത് അപ്പത് നമ്പർ വെച്ചാൽ ഇങ്ങനെ അതിനെ പറ്റി കേട്ടിട്ടും ഉണ്ടാവില്ല. പിന്നെ പാത്തോ ഇന്നെങ്ങാനും ജയിപ്പിച്ചിട്ടുണ്ടല്ലോ പോസ്റ്റ് മലാവൂല അന്റെ പേര പേരക്കുട്ടിന് മതിലൊക്കെ പാടെ കൊണ്ടാണ്ട് ഒരു ടേബിളിന് തേമ്പിയാണ് അറിയാതെ എന്നിട്ടോ അവന്റെ ഗൾഫ് പോക്ക് ഞാൻ മുടക്കി കേസൊന്ന് കൊടുത്തു നിന്ന് കൊത്തു ആ കദീസാത്ത് വോട്ടർ പട്ടികയിൽ പേരെടുത്തല്ലോ. വോട്ടർ പട്ടികയിലൊക്കെ പേരുണ്ട് പക്ഷെ നിങ്ങൾ വോട്ട് വയ്ക്കാനേ പള്ളിക്കാട്ടേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇത് മാത്രമല്ലേ വേറെ അല്ലല്ല വേറെ ഇരിക്കുന്നുണ്ട് ആ ചാക്കിൽ ആ സാധനങ്ങൾ ആ പാട്ട് ചാക്കിലൊക്കെ ഇട്ട് വെച്ചാൽ കദീസാത്ത് മരിച്ചിട്ട് 2 കൊല്ലായി തന്റെ വാസുവേട്ടാ മൈമുയാന്റെ പേരാണത് ഈ ബൂട്ട് നമുക്കുള്ളത്. അതെന്റെ പഴയ സെറ്റപ്പ് അല്ലേ? നിങ്ങൾ കുറച്ച് ഗൾഫത്തെ ആൾക്കാരാണ്ട് വന്നാണ്ട് വണ്ടണ്ട് റെന്റിനെടുക്കാണ്ട് കുത്തിച്ച മനുഷ്യന്മാരെ കൊല്ല ഇത് ഓർത്തമാർക്കത്തെ ആപ്പ റെന്റെ കാറല്ല ബോട്ട് അടക്കുന്നേക്കാരത്. മൈമുന അടെ സൊക്ക് വന്നു. ഞാൻ ഇവിടെ കുളിച്ചണേ. മൈമുന കുളിച്ചത് തോന്നു ഞാൻ പറഞ്ഞാട്ടെ. ഇത് ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് ഓതറൈസ്ഡ് രണ്ടേ കാറാണ്. ഇതിന്റെ പേര് ഇൻഡസ്കോ എന്നാണ്. ഇന്നെ പോലത്തെ NRI-കാർക്കൊക്കെ ഇങ്ങനത്തെ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടികളെ നടക്കുള്ളൂ. മൈമു എന്റെ മൈമു ഇരിക്കണ പുസ്തകം ട്ടാ. കുത്ത് പണക്കന്നെ കിട്ടിയില്ലേ? പഴയ പോലെ എന്നെ അനുഗ്രഹിക്കണം. സ്നേഹം തോന്നുന്നുണ്ട്. ഓക്കെ സ്നേഹം ഉണ്ടാവില്ല. ഓളെ പൂജാപ്പള ദുബായിൽ നിന്ന് വന്നിക്കണോ? പുതിയാപ്പിള വരാൻ കണ്ട സമയം പോവാ. നാളെ വരുന്നുണ്ടല്ലോ അപ്പൊ എടുക്കാം. ആ എന്നാ മതി എന്നാ അങ്ങനെ ആവട്ടെ. എന്നാ ശരിട്ടാ. മൂത്തിനാസറ ചെന്തപ്പെടാ ആടുസുക്കുറെ അനക്കെത്തറ ഇവിടെ കാര്യം നിന്റെ പേരല്ലേ അന്റെ പേരെ ഇവിടെ വെച്ചെടുത്താ ഞാൻ വാർഡ് ഇതിപ്പോ എന്തിനാ ഓരോ കൈ കൊടുത്തിട്ട് ഇപ്പൊ കുട്ടികളുടെ ചന്തി വരെ അവര് കൈ കൊടുക്കും ഈ സമയത്ത്. അല്ലാണ്ട് ഇവരുടെ കിട്ടും പറയാൻ പോണ ആളാണ്. ഞാൻ വോട്ട് ചോദിച്ചാൽ വന്നതല്ലേ. അന്റെ എതിർ സ്ഥാനത്ത് ഞാനാണ് എന്റെ പരിചയം വോട്ട് ചോദിക്കണ്ടേ. എന്റെ പുറന്ന് പൊളിച്ചും കാണിച്ചാൽ ഞാൻ നിൽക്കുന്നത്. പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പാത്തുവാ ആ പോത്തിനാസറിനെ വെച്ചാ അന്റെ വോട്ട് കൊടുത്താലും അടുപ്പുറം പൊളിച്ചും അന്റെ പുതിയാപ്പ എനിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവർ അല്ലാതെ കച്ചറിന്റെ വൈത്താൽ നടക്കാൻ ഒഴിവില്ല. ഏരപ്പനോടും കൂടി ഒന്ന് പോയി പറഞ്ഞു കൊടുക്കേ. പൈസ എടുക്ക ഇന്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. 10 കൊല്ലായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് 10 പൈസ ഉപകാരം എനിക്ക് നിങ്ങളെ കൊണ്ട് കിട്ടിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് തിന്ന് കുരയാക്കാൻ പറ്റിയെന്നല്ലാതെ എന്തുപകാരപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. എനിക്ക് കിട്ടിയത് മാപ്പിള വെച്ചിട്ട് ഞാൻ വെറുതെ വോട്ടൊന്നും കൊടുക്കൂല. അതുകൊണ്ട് നാട്ടാരായാലും വീട്ടുകാരായാലും കുടുംബക്കാരായാലും നിങ്ങൾക്ക് ആരെ ഉപകാരം ചെയ്യണോ ഓൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യാ. റിയാലാണല്ലോ അടച്ചോനെ ഇപ്പോഴും ഒരു മാറ്റല്ലോ. അതെന്നെ പറഞ്ഞു മാറ്റിയില്ലേ. പൈസ വേണ്ട നിനക്കെന്താ ഭ്രാന്താ? ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞ ഞെട്ടിക്കലല്ലേ. ഇതാണ് നമ്മളെ ഞെട്ടിക്കൽ ചായ. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളെ ഇൻഡസ്കോന്റെ കാറുകൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷം വന്നു കഴിഞ്ഞാൽ വരവാണ് ഇപ്പൊ അത്. ഉണ്ടാണ്ട് കൈ അതൊക്കെ ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് എന്തിനാ അവര്